യേക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ സഹോദരങ്ങളെ, ന്യായാധിപന്മാരുടെ പുസ്തകം 20-ാം അധ്യായം. ഈ അധ്യായം 19-ാം അധ്യായത്തിൻ്റെ തുടർച്ചയായിട്ടാണ് വന്നിരിക്കുന്നത്. അഥവാ എഫ്രൈം മലനാട്ടിൽ വന്നു താമസിച്ചിരുന്ന ലേവ്യൻ ബെത്ലഹേംകാരിയെ ഉപനാരിയായി സ്വീകരിച്ചു. ഗിബിയായിലെ ആവാസന്മാരാൽ അവൾ കൊല്ലപ്പെടുകയും ലേവ്യൻ അവളുടെ അവയവങ്ങൾ ഇസ്രായേൽ എല്ലായിടത്തേക്കും കൊടുത്തുവിടുകയും ചെയ്തു. അത് കണ്ടവർ ഇസ്രായേൽ ജനം മിസ്പയിൽ ഒന്നുചേർന്നു വിവരങ്ങൾ അന്വേഷിച്ചറിയുന്നു. ഇസ്രായേൽ ഗോത്രത്തിൽ യാതൊരുവനിലും തിന്മ നിലനിൽക്കാൻ പാടില്ല എന്നും തിന്മ ചെയ്യുന്നവർക്കെതിരെ യുദ്ധം നടത്തണമെന്നും ആണ് ഈ അധ്യായത്തിലെ പ്രതിപാദ്യ വിഷയം. നമുക്ക് ഈ അധ്യായത്തിലെ ചോദ്യോത്തരങ്ങൾ നോക്കാം. നിങ്ങളുടെ പൂർണ്ണമായ സഹകരണം പ്രതീക്ഷിച്ചുകൊണ്ട് ഒത്തിരി സ്നേഹത്തോടെ 20-ാം അധ്യായത്തിലെ ചോദ്യോത്തരങ്ങളിലേക്ക് പോകാം. ചോദ്യം 1. ഇസ്രായേൽ ജനം മുഴുവൻ എവിടെയാണ് ഒരുമിച്ച് കൂടിയതെന്ന് ന്യായാധിപന്മാർ 20:1 പറയുന്നത്? മിസ്പായിൽ, കർത്താവിൻ്റെ മുമ്പിൽ. 2. ജനപ്രമാണികളും ഇസ്രായേൽ ഗോത്രത്തിലെ നേതാക്കന്മാരും എവിടെയാണ് ഹാജരായത്? ദൈവജനത്തിൻ്റെ സഭയിൽ. ഈ ചോദ്യം രണ്ടും തമ്മിൽ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നതാണ്. അത് ശ്രദ്ധിച്ച് വേണം. 1. ജനം മുഴുവനും എവിടെയാണ് ഒന്നിച്ചു കൂടിയത്? അത് മിസ്പായിൽ. രണ്ടാമത്തെ ചോദ്യം, ജനപ്രമാണികളും ഇസ്രായേൽ ഗോത്രത്തിലെ നേതാക്കന്മാരും എവിടെയാണ് ഹാജരായത്? ദൈവജനത്തിൻ്റെ സഭയിൽ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ച് ഓർമ്മയിൽ വെച്ചേക്കുക. ചോദ്യം 3. ഇസ്രായേലിലെ ഖണ്ഡധാരികളായ കാലാൾപ്പടകൾ എത്ര ലക്ഷം പേരുണ്ടായിരുന്നു? 4 ലക്ഷം. വാക്യം 20:2. ചോദ്യം 4. ഇസ്രായേൽ മിസ്പയിൽ പോയിരിക്കുന്നുവെന്ന് ഏത് അറിഞ്ഞത്? ബെഞ്ചമിൻ ഗോത്രം. 20:3. ചോദ്യം 5. ഇത്ര വലിയ ദുഷ്ടത എങ്ങനെ സംഭവിച്ചുവെന്ന് ഞങ്ങളോട് പറയുകയെന്ന് ഇസ്രായേൽ ജനം ആരോടാണ് ആവശ്യപ്പെട്ടത്? കൊല്ലപ്പെട്ട സ്ത്രീയുടെ ഭർത്താവ് ലേവ്യനോട്. ചോദ്യം 6. ലേവ്യൻ സംഭവിച്ചതെല്ലാം ഇസ്രായേൽ ജനത്തോട് പറഞ്ഞപ്പോൾ അവർ എന്തു ചെയ്തു? ജനം മുഴുവൻ ഏകമനസ്സായി എഴുന്നേറ്റ് നിന്നു ശപഥം ചെയ്തു. 20:8. ചോദ്യം 7. എന്താണ് ഇസ്രായേൽ ജനം ചെയ്ത ശപഥം? ഞങ്ങളിൽ ഒരുവൻ പോലും കൂടാരത്തിലേക്കോ വീട്ടിലേക്കോ മടങ്ങിപ്പോകുന്നില്ല. 20:8. ചോദ്യം 8. ഗിബിയായോട് എന്ത് ചെയ്യണമെന്നാണ് അവർ തീരുമാനിച്ചത്? നമുക്ക് നറുക്കിട്ടതിനെ ആക്രമിക്കാം. 9. ഇസ്രായേലിലെ ഓരോ ഗോത്രത്തിൽ നിന്നും 100-ന് 10, 1000-ന് 100, 10,000-ന് 1000 എന്ന കണക്കിൽ ആളുകളെ തിരഞ്ഞെടുത്തത് എന്തിന്? ഗിബിയായ്ക്കെതിരെ യുദ്ധം ചെയ്യുമ്പോൾ ഭക്ഷണം കൊടുക്കാൻ. ചോദ്യം 10. ഇസ്രായേൽ ഗോത്രങ്ങൾ ബെഞ്ചമിൻ ഗോത്രത്തോട് എന്താണ് ആവശ്യപ്പെട്ടത്? ക്രൂരമായി തിന്മ ചെയ്ത നീചന്മാരെ ഞങ്ങൾക്ക് വിട്ടുതരുവിൻ. 20:13. 12. ആരാണ് ഇസ്രായേലിനെതിരെ യുദ്ധം ചെയ്യാൻ പട്ടണത്തിൽ നിന്നും ഗിബിയായിൽ ഒന്നിച്ചു കൂടിയത്? ബെഞ്ചമിൻ ഗോത്രം. വാക്യം 20:14. ചോദ്യം 13. ഗിബിയാവാസികളിൽ നിന്നു തന്നെ എണ്ണപ്പെട്ടിരുന്ന എത്ര പ്രഗത്ഭന്മാരുണ്ടായിരുന്നു? 700. വാക്യം 20:15. ചോദ്യം 14. ബെഞ്ചമിൻ ഗോത്രത്തിൽ നിന്നും വാളെടുക്കാൻ തയ്യാറുള്ളവർ എത്ര പേരുണ്ടായിരുന്നു? 26,000. ചോദ്യം 15. ഒരു തലമുടി ഇഴയ്ക്ക് പോലും ഉന്നം തെറ്റാത്ത ഇടത് കയ്യന്മാരായ കവണക്കാർ എത്ര പേരുണ്ടായിരുന്നു? 700. വാക്യം 20:16. ചോദ്യം 16. ഇസ്രായേൽ ജനം എവിടെ എത്തിയാണ് ബെഞ്ചമിനെതിരെ യുദ്ധം ചെയ്യാൻ താങ്കളിൽ ആരാണ് ആദ്യം പോകേണ്ടതെന്ന് ദൈവത്തോട് ചോദിച്ചത്? ബേഥേലിൽ. വാക്യം 20:18. 17. ബെഞ്ചമിനെതിരെ യുദ്ധം ചെയ്യാൻ ആര് ആദ്യം പോകട്ടെ എന്നാണ് കർത്താവ് അരുൾ ചെയ്തത്? ഉത്തരം യൂദാ. വാക്യം 20:18. ചോദ്യം 18. ന്യായാധിപന്മാർ 20:19 ഇസ്രായേൽ ജനം ആർക്കെതിരെ പാളയമടിച്ചുവെന്നാണ് പറയുന്നത്? ഗിബിയായ്ക്ക്. 19. ആരാണ് ബെഞ്ചമിൻ ഗോത്രത്തിനെതിരായി യുദ്ധം ചെയ്യാനിറങ്ങിയത്? ഇസ്രായേൽ ജനങ്ങൾ. ചോദ്യം 20. യുദ്ധത്തിൻ്റെ ആദ്യ ദിവസം ബെഞ്ചമിൻ ഗോത്രക്കാർ എവിടെ നിന്ന് വന്നാണ്
20000 ഇസ്രായേൽക്കാരെ അരിഞ്ഞു വീഴ്ത്തിയത് ഗിബിയായിൽ നിന്നും. വാക്യം 20-21. ചോദ്യം 21. സഹോദരന്മാരായ ബെഞ്ചമിൻ ഗോത്രത്തോട് വീണ്ടും യുദ്ധത്തിന് പോകണമോ എന്ന് ഇസ്രായേൽ ജനം ഏത് സമയം വരെയാണ് കർത്താവിനോട് കരഞ്ഞു പ്രാർത്ഥിച്ചത്? സായാഹ്നം വരെ. വാക്യം 20-22. ചോദ്യം 22. ആര് പറഞ്ഞിട്ടാണ് ഇസ്രായേൽ ജനം 2-ാം ദിവസവും ബെഞ്ചമിനെതിരെ യുദ്ധം ചെയ്തത്? കർത്താവ്. ചോദ്യം 23. എത്ര ഇസ്രായേൽക്കാരാണ് 2-ാം ദിവസം ബെഞ്ചമിൻ ഗോത്രക്കാർ വധിച്ചത്? 18,000. ചോദ്യം 25. ഇസ്രായേൽക്കാർ ബെഞ്ചമിൻ യുദ്ധകാലത്ത് കർത്താവിൻ്റെ വാഗ്ദാന പേടകം എവിടെയായിരുന്നു? ബേഥേലിൽ. വാക്യം 20-16. ചോദ്യം 25. ആരായിരുന്നു അന്ന് പൗരോഹിത്യ ശുശ്രൂഷ ചെയ്തിരുന്നത്? ഫിനെഹാസ്, അഹറോൻ്റെ പുത്രനായ എലിയാസറിൻ്റെ പുത്രൻ. 26. അപ്പോൾ ഇസ്രായേലിലെ ജനം മുഴുവനും യോദ്ധാക്കളും ചേർന്ന് ബേഥേലിൽ വന്നു കരഞ്ഞു. എപ്പോൾ എന്നാണ് ന്യായാധിപന്മാർ 20-26 പറയുന്നത്? 18,000 പേർ വധിക്കപ്പെട്ടപ്പോൾ. ചോദ്യം 27. ന്യായാധിപന്മാർ 20-27 നിങ്ങൾ പോകുക, നാളെ ഞാൻ അവരെ നിങ്ങളുടെ കൈകളിൽ ഏൽപ്പിക്കും എന്ന് ഉത്തരമരുളിയത് ആര്? കർത്താവ്. ചോദ്യം 28. 3-ാം ദിവസം യുദ്ധത്തിന് ഇറങ്ങിയ ഇസ്രായേൽക്കാർ എന്താണ് ചെയ്തത്? ഗിബിയായ്ക്ക് ചുറ്റും ആളുകളെ പതിയിരുത്തി. 29. മുന്നവസരങ്ങളിലെ പോലെ ബേഥേലിലേക്കും ഗിബിയായിലേക്കും പോകുന്ന പെരുവഴികളിൽ വെച്ചും വിജനപ്രദേശത്ത് വെച്ചും അവർ കൊലയ്ക്ക് തുടങ്ങി. ന്യായാധിപന്മാർ 20-31 പറയുന്നത് ആരുടെ കാര്യമാണ്? ബെഞ്ചമിൻകാരുടെ. ചോദ്യം 30. 3-ാം ദിവസം എത്ര ഇസ്രായേൽക്കാരാണ് ബെഞ്ചമിൻ ഗോത്രം വധിച്ചത്? ഉത്തരം 30. ചോദ്യം 31. 30 പേർ വധിക്കപ്പെട്ടപ്പോൾ ഇസ്രായേൽ ജനം എന്താണ് കൂടിയാലോചിച്ചത്? നമുക്ക് പലായനം ചെയ്യാം. വാക്യം 20-32. ചോദ്യം 32. ഇസ്രായേൽക്കാർ ഒന്നടങ്കം തങ്ങളുടെ സ്ഥാനങ്ങളിൽ നിന്നും പുറപ്പെട്ട് എവിടെയാണ് അണിനിരന്നത്? ബാൽ തമാറിൽ. വാക്യം 20-33. ചോദ്യം 33. എവിടെ പതിയിരുന്ന ഇസ്രായേൽക്കാർ എതിരാണ് ഓടിക്കൂടിയത്? എവിടെ പതിയിരുന്ന ഇസ്രായേൽക്കാരാണ് ഓടിക്കൂടിയത്? ഗോബായ്ക്ക് പടിഞ്ഞാറ് വശത്ത്. വാക്യം 20-33. ചോദ്യം 34. ഗിബിയായ്ക്കെതിരെ എത്ര ഇസ്രായേൽക്കാരാണ് അണിനിരന്നത്? 18,000. വാക്യം 20-34. ചോദ്യം 35. ഇസ്രായേൽക്കാരുടെ മുമ്പിൽ ബെഞ്ചമിൻ ഗോത്രക്കാരെ പരാജയപ്പെടുത്തിയത് ആര്? കർത്താവ്. വാക്യം 20-35. ചോദ്യം 36. എത്ര ഖണ്ഡധാരികളായ ബെഞ്ചമിൻ ഗോത്രക്കാരാണ് ഇസ്രായേലിനെ വകവരുത്തിയത്? 25,100. വാക്യം 20-35. ചോദ്യം 37. ആരിൽ വിശ്വാസമർപ്പിച്ചാണ് ഇസ്രായേൽക്കാർ പിൻവാങ്ങിയത്? ഗിബിയായ്ക്കെതിരെ പതിയിരുന്നവരിൽ. വാക്യം 20-36. ചോദ്യം 38. ആരാണ് ഗിബിയായിലേക്ക് തള്ളിക്കയറി പട്ടണം മുഴുവൻ വാളിനിരയാക്കിയത്? പതിയിരിപ്പുകാർ. വാക്യം 20-37. ചോദ്യം 39. എന്ത് അടയാളം നൽകണമെന്നാണ് പതിയിരിപ്പുകാരോട് ഇസ്രായേൽക്കാർ പറഞ്ഞിരുന്നത്? വലിയ പുകപടലം ഉയർത്തണം. 20-34. ചോദ്യം 40. പുകപടലം ഉയരുമ്പോൾ ഇസ്രായേൽക്കാർ എന്ത് ചെയ്യണമെന്നാണ് ധാരണ? ഇസ്രായേൽക്കാർ യുദ്ധക്കളത്തിലേക്ക് തിരിച്ചു വരണം. വാക്യം 20-39. ചോദ്യം 41. നാശമടുത്തിരിക്കുന്നുവെന്ന് കണ്ട് ബെഞ്ചമിൻകാർ സംഭ്രാന്തരായി. അവർ എവിടേക്കാണ് പലായനം ചെയ്തത്? മരുഭൂമിയിലേക്ക്. വാക്യം 20-42.
ചോദ്യം 42. മരുഭൂമിയിലേക്ക് പലായനം ചെയ്ത ബെഞ്ചമിൻകാരെ എവിടെ വന്നാണ് അവരോട് ഏറ്റുമുട്ടി നശിപ്പിച്ചത്? പട്ടണത്തിൽ നിന്ന് വന്നവർ. ചോദ്യം 42 ഒരിക്കൽ കൂടി. മരുഭൂമിയിലേക്ക് നിന്നും പലായനം ചെയ്ത ബെഞ്ചമിൻകാരെ എവിടെ നിന്ന് വന്നവരാണ് ഏറ്റുമുട്ടി അവരെ നശിപ്പിച്ചത്? പട്ടണത്തിൽ നിന്നും വന്നവർ. വാക്യം 20-42. ചോദ്യം 48. ഇസ്രായേൽക്കാർ ബെഞ്ചമിൻ ഗോത്രക്കാരെ വളഞ്ഞ് നൊഹാബ് മുതൽ കിഴക്ക് ഗിബിയ വരെയും പിന്തുടർന്ന് അവരെ എന്തു ചെയ്തു? നിശേഷം പരാജയപ്പെടുത്തി. 20-43. ചോദ്യം 44. ന്യായാധിപന്മാർ 20-44 യുദ്ധവീരന്മാരായി എത്ര ബെഞ്ചമിൻ ഗോത്രക്കാർ നിലംപതിച്ചു എന്നാണ് പറയുന്നത്? 18,000. ചോദ്യം 45. ശേഷിച്ചവർ തിരിഞ്ഞു മരുഭൂമിയിലെ ഏത് പാറയിലേക്കാണ് ഓടിയത്? റിമ്മോൺ. വാക്യം 20-45. ചോദ്യം 45. മരുഭൂമിയിലെ റിമ്മോൺ പാറയിലേക്ക് ഓടിയ എത്ര പേർ വഴിയിൽ വെച്ച് കൊല്ലപ്പെട്ടു? 5,000. 20-45. ചോദ്യം 46. ബാക്കി വന്ന ബെഞ്ചമിൻകാരെ ഇസ്രായേൽക്കാർ എവിടെ വരെയാണ് അനുധാവനം ചെയ്തത്? റിദോം വരെ. വാക്യം 20-45. ചോദ്യം 47. ഇസ്രായേൽക്കാർ റിദോം വരെ പിന്തുടർന്ന് യുദ്ധം ചെയ്ത് എത്ര പേരെ കൂടി വധിച്ചു? 2,000. ചോദ്യം 48. ന്യായാധിപന്മാർ 20-46 ബെഞ്ചമിൻ ഗോത്രത്തിലെ ധീരയോദ്ധാക്കൾ കൊല്ലപ്പെട്ടു എന്നാണ് പറയുന്നത്? 26,000. 49. ചോദ്യം 49. എത്ര ബെഞ്ചമിൻകാരാണ് റിമ്മോൺ പാറയിലേക്ക് ഓടി രക്ഷപ്പെട്ടത്? 600. ചോദ്യം 50. ആര് തിരിച്ചു വന്ന് ബെഞ്ചമിൻ ദേശം മുഴുവൻ നശിപ്പിച്ചുവെന്നാണ് ന്യായാധിപന്മാർ 20-48 പറയുന്നത്? ഇസ്രായേൽക്കാർ. 51. ബെഞ്ചമിൻ ഗോത്രക്കാരോടുള്ള യുദ്ധത്തെക്കുറിച്ച് ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ ഏത് വാക്യമാണ് ഉള്ളത്? ന്യായാധിപന്മാർ 20-12 മുതൽ 48 വരെ. എല്ലാവർക്കും ഈ വചനഭാഗം ശ്രദ്ധിച്ചതിന് ഒത്തിരി സ്നേഹത്തോടെ നന്ദി പറയുന്നു. താങ്ക്സ്.